യേശുവിൻ്റെ അമൂല്യ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ബഹുമാനമുള്ള വന്യ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏറെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടിയാണ് അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും? രക്ഷയുടെ പാനപാത്രമെടുത്ത് ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തകൻ്റെ ഈ വാക്കുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയും ഓജസ്സും എനിക്ക് പ്രചോദനവും ആത്മബലവുമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് അയച്ചിരുന്നു, പ്രാർത്ഥനാ സഹായം ചോദിച്ചുകൊണ്ട്. എൻ്റെ കിഡ്നിയുടെ 90% പ്രവർത്തനവും നിലച്ചുവെന്നും വെറും 10% ഉള്ളൂ എന്നും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അത് കാണുകയും കേൾക്കുകയും ചെയ്തവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്നും പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്കറിയാം. ഒത്തിരി പേര് വിളിച്ച് എന്നെ ശക്തിപ്പെടുത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ആരോഗ്യം വളരെ ക്ഷയിച്ചു, ക്ഷീണിതനായി ഞാൻ കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നു. ICUലായി. തുടർന്ന് എൻ്റെ ആരോഗ്യസ്ഥിതി സംരക്ഷിക്കുവാൻ വേണ്ടി ബഹുമാനമുള്ള ഡോക്ടർ സതീഷ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം 3 ഡയാലിസിസും ചെയ്യേണ്ടി വന്നു. സഹനത്തിൻ്റെ മണിക്കൂറുകൾ, രോഗത്തിൻ്റെ മണിക്കൂറുകൾ, ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയങ്ങൾ ദൈവ അനുഭവത്തിൻ്റെ മണിക്കൂറുകളായി. ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രമാത്രം പരിപാലിക്കുന്നു, ദൈവം എത്രമാത്രം വഴി നടത്തുന്നു എന്ന് ഞാൻ അനുഭവിച്ച ദിവസങ്ങളായിരുന്നു. ആരോഗ്യം വീണ്ടെടുത്ത് ഞാൻ തിരിച്ചെത്തി. അഭിവന്യ പിതാക്കന്മാരായ എൻ്റെ രൂപതാധ്യക്ഷൻ അഭിവന്യ വിൻസെൻ്റ് സാമുൽ പിതാവും സഹമെത്രൻ അഭിവന്യ സെൽവരാജ് പിതാവ്, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഡീക്കൻ മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കുട്ടിക്കാലം മുതൽ എനിക്ക് ശക്തിയും പ്രചോദനവും ആത്മബലവുമാണ്. അതുപോലെ തന്നെ എൻ്റെ അങ്കിൾ അഭിവന്യനായ സെൽവസ്റ്റർ പൊന്നുമുത്തൻ പിതാവ്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഡോക്ടർ ആൻഡോ, എൻ്റെ ജീവിതത്തിൽ ഒരു താങ്ങായി, തണലായി, കാവൽ മാലാഖയായി കൂടെ നിൽക്കുന്ന ഫാദർ ക്രിസ്ത്യൻ, എൻ്റെ സഹോദരന്മാർ ഈ ദിവസങ്ങളിൽ എന്നെ ഒത്തിരി സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും എന്നോടൊപ്പമുണ്ട് എന്ന് എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്ത കൊല്ലത്തുള്ള റോസാ മരിയ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ സഹോദരങ്ങൾ, എൻ്റെ ഉപകാരികൾ, ഈ ദിവസങ്ങളിൽ ഇത്തിരി സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ എനിക്ക് വേണ്ടി സഹായിച്ച എൻ്റെ ഉപകാരികൾ എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു. ആശുപത്രിയിൽ കൂടെ നിന്ന് എന്നെ പരിചരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത എൻ്റെ ചേട്ടൻ, എൻ്റെ കുടുംബാംഗങ്ങൾ, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ സഹനത്തിൻ്റെ മണിക്കൂറുകളിൽ ഒറ്റപ്പെടാതെ നിങ്ങളെനിക്ക് ശക്തിയായി, പ്രചോദനമായി, ആത്മബലമായി കൂടെ നിന്നു. അതൊരു പെട്ടെന്ന് എനിക്ക് ശാരീരിക സൗഖ്യവും സന്തോഷവും അനുഭവിക്കാൻ സാധിച്ചു. അത്ഭുതമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിസ്മരണീയമാണ്. ഈ കഴിഞ്ഞ അവസാന ഞായറാഴ്ച മദർ തെരേസയുടെ നാമത്തിലുള്ള നെയ്യാറ്റിൻകര രൂപതയിലെ മേലാരോട് ദേവാലയത്തിൽ പോകുവാനും ഓസാനയുടെ തിരുക്കർമ്മങ്ങളും വിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ച് വചനം പങ്കുവെച്ച് ദിവ്യകാരുണ്യം കൊടുക്കുവാനൊക്കെ സാധിച്ചു. ഏതാണ്ട് 150-200 മീറ്റർ ദൂരം നടക്കുവാൻ സാധിച്ചു. എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഒരു ആത്മബലവും നന്ദിയുമുണ്ട്. ഈ മണിക്കൂറുകളിൽ, ഈ ദിവസങ്ങളിൽ എന്നോടൊപ്പം നിന്ന് എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എന്നെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ഒപ്പം കൊണ്ടെന്ന് ബലം തരികയും ചെയ്ത എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥനയിൽ ഓർക്കണം. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടർ സതീഷിനെ കാണുന്നു. അദ്ദേഹത്തിലൂടെ ദൈവം പറയണം, ഇതിന് ഡയാലിസിൻ്റെ ആവശ്യമില്ല, ആരോഗ്യം മെച്ചപ്പെട്ടു എന്ന് കേൾക്കുവാനുള്ള സദ്വാർത്ത എനിക്ക് കേൾക്കുവാൻ സാധിക്കണം. ഈ വർഷത്തെ വിശുദ്ധവാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനായിട്ട്, അതിൽ പങ്കുചേരുവാനായിട്ട്, അത് പരികർമ്മം ചെയ്യുവാനായിട്ട് എളിയവനും പാവിയും ബലഹീനനുമായി എന്നെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നോടൊപ്പം നിന്ന് എല്ലാവർക്കും ഹൃദയപൂർവ്വം
പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. വിശുദ്ധ ഔസേപ്പ് പിതാവിനും സകല മാലാഹമാർക്കും, എൻ്റെ പേരിന് കാരണഭൂതനായ തോമാസ് ലീഗയ്ക്കും സകലർക്കും ഹൃദയപൂർവ്വം നന്ദി പറയും.